ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ന്യൂയോർക്കിൽ വെച്ചോ അതല്ലെങ്കിൽ സൗദിയുടെ തലസ്ഥാന നഗരിയിൽ വെച്ചോ ചർച്ച നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നുള്ളതും ഇനി വല്ലാതൊന്നും ഈ കാര്യത്തിൽ ചെയ്യാനില്ല, അറബ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തി കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്ന തരത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുള്ള അകൽച്ച കുറക്കാൻ വേണ്ടി ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നും ചില പ്രതികരണങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ഇത്രയേറെ ഗസ വിഷയം വഷളാക്കിയതിൽ അമേരിക്കയ്ക്ക് കൃത്യമായിരിക്കുന്ന പങ്കുണ്ട്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക, അതേ വിഭാഗം തന്നെ യുദ്ധം തുടരാനും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആയുധങ്ങൾ നൽകി സഹായിക്കുക, ഇത് രണ്ടും കൂടി ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. ഈ ഒരു നിലപാട് ഇതിന് മുൻപ് തന്നെ വളരെ കൃത്യതയോടുകൂടി അറബ് രാജ്യങ്ങൾ പറഞ്ഞതാണ്. അമേരിക്ക ഒരു തോണിയിൽ മാത്രമാണ് കാലുവെക്കേണ്ടത്, രണ്ട് തോണിയിലും കൂടി കാലുവെക്കുന്ന രീതി ശരിയല്ല എന്നുള്ളത്. പക്ഷെ അന്നൊന്നും അത്ര ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ പോയിട്ടില്ല. ഏറെക്കുറെ അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദത്തോടു കൂടിയും നല്ലൊരു ബന്ധവും നിലനിർത്താൻ താല്പര്യവും ആഗ്രഹവുമുള്ള വിഭാഗമാണ്. സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തെല്ലാം അമേരിക്കയെ എല്ലാ കാലത്തും ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ ഒന്നടക്കം. ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടനുബന്ധിച്ച് ആ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. പിന്നീട് കൂട്ടി യോജിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ശ്രമം എന്ന് പറയുന്നത് ഗസ വിഷയം തീരുക എന്നുള്ളതല്ല അമേരിക്കയുടെ ഉദ്ദേശം. പകരം അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുക, അറബ് രാജ്യങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന അമേരിക്കയുടെ രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അവരെ ഒരു യോജിപ്പിൻ്റെ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അമേരിക്കക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മാത്രമല്ല, മൂന്നാം ലോക രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും സഹകരിക്കുന്ന രാജ്യങ്ങളടക്കം അകന്നു പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ വലിയ പ്രയാസങ്ങൾ അമേരിക്കക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗസ വിഷയം വളരെ അടിയന്തരമായി തീർക്കണമെന്നും ആ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാക്കണം എന്നുള്ള അഭിപ്രായവും അമേരിക്കയുടെ ഭാഗത്ത് തന്നെ പുറത്തു വന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനാണ് ഇപ്പോൾ ഈജിപ്തിൽ ഗസ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായി ചർച്ച നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അത്തരമൊരു സംഭവം ഇതിനു മുൻപ് ഉണ്ടാവാത്തതാണ്. ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നയനിലപാടുകൾ പൊടുന്നനെ ഇങ്ങനെ മാറി വരുന്നതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ഗസ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കുകയാണ്, അവിടുത്തെ ജനങ്ങളെല്ലാം അതിർത്തി പങ്കിടുന്ന മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകേണ്ടതാണ്, അത് ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും എല്ലാം പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതൊരു ഗസ ഒരു വൈകാരികമായിരിക്കുന്ന വിഷയമാണെന്നും ഇത്തരം ഒരു സ്ഥിതികളൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുമെന്നും ഗസക്കാർ ജീവിക്കേണ്ടത് ആ രാജ്യത്ത് തന്നെയാണ് എന്ന അഭിപ്രായം ഈജിപ്തും ജോർദാനും തുല്യ രീതിയിൽ പറയുകയും ചെയ്തു. ഒരു അറബ് രാജ്യങ്ങളും ഈ കാര്യത്തിൽ അമേരിക്കയുമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. അങ്ങനത്തെ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അത് നിലനിന്നത്. അതോടുകൂടി ആ ദൗത്യം തന്നെ അമേരിക്ക ഉപേക്ഷിച്ചു. അങ്ങനത്തെ ഒരു കാര്യത്തിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പിന്നീടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായത്. രണ്ടാം ഘട്ടത്തിൽ വന്ന വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഗസയിൽ സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ഖത്തർ ആക്രമണത്തോടു കൂടിയാണ് അത് ബലപ്പെട്ടത്. അത് അമേരിക്ക പറയുകയും ചെയ്തു. ഖത്തറിനെ ആക്രമിച്ചത് തങ്ങൾക്കറിയാമെന്നും അറിയില്ലെന്നും കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പോലും അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ അറിവോട് കൂടിയാണ് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് പച്ചപോലെ സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അമേരിക്ക അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് ലോകത്തിന് അത് അറിയാവുന്നതാണ്. വേണമെങ്കിൽ ആ ഖത്തർ ആക്രമണത്തെ ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാനോ സാധിക്കുമായിരുന്നു. ഇത് രണ്ടും അമേരിക്ക ചെയ്തിട്ടില്ല. അതോടുകൂടി അമേരിക്കയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു.
അമേരിക്ക എല്ലാ കാലത്തും ആശ്രയിക്കുന്ന രീതി ഉചിതമല്ലെന്നും അത് ശരിയല്ലെന്നും അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതും മുൻപ് ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസി അറബ് ഉച്ചകോടിയോടനുബന്ധിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അക്ഷരം പ്രതി പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ വളരെ പൊടുന്നനെ പുതിയൊരു മനംമാറ്റം വന്നുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ യുദ്ധവിരാമം ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പൊടുന്നനെ ഈജിപ്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ഖത്തറിൽ വെച്ചായിരുന്നു തീരുമാനിച്ചത്. ഖത്തർ എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവിടേക്ക് വരുത്തിക്കൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്ന് വളരെ കൃത്യതയോടുകൂടി നിലപാട് പറയുകയും ചെയ്തു. അങ്ങനെ പ്രതിസന്ധിയിലായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ ഈജിപ്തിലേക്ക് മാറ്റുകയും ഈജിപ്തിൽ വെച്ച് അതിൽ ചർച്ച ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള, അതായത് ബന്ദി കൈമാറ്റം പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗസ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കൃത്യമായിരിക്കുന്ന പ്ലാന്, ഒരു കോർഡിനേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് അറബ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അമേരിക്ക പറയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെയാണ്: എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നുള്ളതും ഏതൊക്കെ നിർമ്മിതിയാണ് വളരെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും ഇതിന് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏകോപിപ്പിക്കേണ്ടത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു രീതി കാര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ചർച്ച നടത്തേണ്ടത് റിയാദിലാണോ ന്യൂയോർക്കിലാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു രൂപം ഇപ്പോഴും പ്രാപിച്ചിട്ടില്ല. പക്ഷേ ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ആദ്യഘട്ടത്തിൽ ചർച്ച വേണ്ട എന്നുള്ളതാണ്. അത് രണ്ടാമതോ മൂന്നാമതോ ഘട്ടത്തിലേക്ക് മാറ്റണം എന്നുള്ളതും ഈജിപ്തിൻ്റെയോ സൗദിയുടെയോ നേതൃത്വത്തിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ തന്നെ ഒരു ഏകോപനം ഉണ്ടാക്കുകയാണ് ആദ്യഘട്ടത്തിൽ അനിവാര്യം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്, അവരുടെ വലിയ താല്പര്യമാണ്. എന്നാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അത് വലിയ ഗുണം ചെയ്യുന്നില്ല. രാഷ്ട്രീയമായിട്ടും ജനകീയമായിട്ടും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ അറബ് രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക്, ജനങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന നിലപാടുകളുണ്ട്. അത് ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ്. ഈ നിലപാട് ഏത് സമയത്താണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറുക എന്നൊരു പേടി പല രാജ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്, ഭരണകൂടത്തിന് ഇസ്രായേലിനോട് താല്പര്യമുണ്ടെങ്കിലും അമേരിക്കയോട് താല്പര്യമുണ്ടെങ്കിലും അവർ പ്രകടിപ്പിക്കുന്ന രീതി ഇപ്പോൾ കാണാനേ ഇല്ല. മുൻപൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങൾ ഇസ്രായേലിന് സൈനികമായ രീതിയിൽ സഹായം നൽകുന്നുണ്ട് എന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അവർക്ക് അതൊരു അഭിമാനപൂർവ്വം പറഞ്ഞതാണ്. അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട്. ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ സ്ഥിതിയിലേക്ക് ഗസ വിഷയം എത്തേണ്ടതുണ്ട്. 2 വർഷമായി അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, സാമൂഹിക മേഖല, രാഷ്ട്രീയ മേഖല എല്ലാം തകർന്നിരിക്കുകയാണ്.